നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. എൻ്റെ സ്നേഹബഹുമാനമുള്ള മുഖ്യമന്ത്രി അറിയുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനപ്പറമ്പിൽ എൻ്റെ ആ പിതാവ് അറിയണേനും ലോകമൊത്ത എല്ലാ ജനങ്ങളും അറിയണേനും അമ്മ ഒരു പരാതിയാണ് മുഖ്യമന്ത്രിക്കെന്ന് സമർപ്പിക്കുന്നത്. എൻ്റെ ചെല്ല മക്കളെ ഇന്ന് യൂട്യൂബിലൂടെ അമ്മയ്ക്ക് ഒരു പരാതിയാണുള്ളത്. ഒന്നല്ല, 2 പരാതിയുണ്ട്. 2 പരാതിയും എൻ്റെ മുഖ്യമന്ത്രി അത് അറിയണം. എത്രയും പെട്ടെന്ന് അന്വേഷണത്തിന് ഉത്തരവിടണം. ഞാൻ ഒരു പാവപ്പെട്ട ഒരു വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരമ്മയാണ്. ലോകമൊത്തം എല്ലാവർക്കും അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഒരമ്മ. വിദ്യാഭ്യാസമൊന്നും ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടണതെല്ലാം അവഹേളനയാണ്. നമുക്ക് കിട്ടണിടത്തെല്ലാം പഞ്ചായത്തിൽ പോയപ്പോൾ ഒരു മരം മുറിക്കണ ഒരു കേസുണ്ടായിരുന്നു. എൻ്റെ മന്ത്രിയെ വരെ ഈ അമ്മ വന്ന് കണ്ടതാണ്. ഞാൻ വന്നതാണ് എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഞാൻ എൻ്റെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമുള്ള മുഖ്യമന്ത്രിയെ ഞാൻ വന്ന് കണ്ടു. 2 പ്രാവശ്യം ഞാൻ വന്ന് കണ്ടു. എന്ന് വെച്ചാൽ 1 പ്രാവശ്യം നെയ്യാറ്റൻകരയിൽ 4-ാം തീയതി ഈ മാസം ഞാൻ വന്നിരുന്നു. അന്ന് നെയ്യാറ്റൻകരയിൽ എൻ്റെ മുഖ്യമന്ത്രി വന്നിരുന്നു. ഞാൻ അടുത്തിരുന്ന് എൻ്റെ മുഖ്യമന്ത്രിയെ ഞാൻ ഈ സംസാരിക്കണ എല്ലാം ഞാൻ കേട്ടു. എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് മറുപടി തന്നിട്ട് ആൾക്കാരെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ശബ്ദമുയർത്തി. അപ്പോൾ നിങ്ങളെല്ലാം ശബ്ദം ഉണ്ടാക്കണ്ട, നിശബ്ദമായി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുഖ്യമന്ത്രിയും നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ അവർ നല്ല ശാന്തമായിട്ടാണ് സംസാരിച്ചത്. അത്രയ്ക്ക് അത്രയും അടുത്തിരുന്ന് ഞാൻ കണ്ട ദിവസമാണ് ഈ 4-ാം തീയതി നെയ്യാറ്റൻകരയിൽ നടന്ന ഈ മുഖ്യമന്ത്രിയുടെ ആ വരവേൽപ്പൊക്കെ. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് സന്തോഷമായി. ഞാൻ തുള്ളിച്ചാടി. എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റാത്ത എൻ്റെ മന്ത്രിയെ ഞാൻ കണ്ടു അടുത്ത്. ഇത്രയും പ്രവചിക്കാൻ കഴിവ്, ഇത്രയ്ക്കൊക്കെ എല്ലാ കഴിവും എനിക്കുണ്ട്. എന്നിട്ടും ഇത് നാടറിയാതെ അങ്ങനെ ഞാൻ ഒളിച്ച് വെക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എല്ലാവർക്കും ഇതിന് പരിഹാരം ഉണ്ടാക്കി തരും. ഞാൻ എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കും. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ശബ്ദം ഉണ്ടാക്കി. ജനക്കൂട്ടം ഭയങ്കര. അവർ ആഹാരം കഴിക്കാതെ 3 മണി വരെ അവരവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുകളിലൊക്കെ ഏർപ്പിച്ചിട്ടാണ് അവർ പോയത്. സന്തോഷമായി അവർ പോയി. എനിക്കും സന്തോഷമായി. ഞാനും വീട്ടിൽ വന്നു. അടുത്ത് 2ാമത് വന്നത് അന്നും പോയി. ഞാൻ കാണാൻ പോയി മുഖ്യമന്ത്രിയെ. നമ്മളെ കാരക്കുണത്ത് ഹോസ്പിറ്റലിൽ അവിടെ എൻ്റെ മുഖ്യമന്ത്രി വന്നിരുന്നു. ഈ ഡേറ്റിന് എനിക്ക് കളക്ടറേറ്റിൽ നിന്ന് എഴുതി മുഖ്യമന്ത്രി വന്ന് അവിടെ നിന്നാണ് പരാതി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എഴുതി തന്ന ഒരു ഇതാണ്. കാരക്കുണത്തും എൻ്റെ മുഖ്യമന്ത്രി വന്നിരുന്നു. അപ്പോൾ എനിക്ക് അന്നും ഒത്തിരി സന്തോഷമായി. എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ എനിക്ക് ന്യായവും എനിക്ക് സത്യവും അതുപോലെ നടന്നു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കൊരു മരത്തിൻ്റെ പ്രശ്നത്തിനായിരുന്നു അന്ന് ഞാൻ ഈ അദാലത്തിനൊക്കെ ഞാൻ മന്ത്രിയെ കാണാൻ വന്നിരുന്നത്. മരത്തിൻ്റെ പ്രശ്നം എനിക്ക് എല്ലാ മരത്തിൻ്റെ പ്രശ്നമാണ്. മരത്തിൻ്റെ ഈ പ്രശ്നത്തിനായിരുന്നു ഞാൻ എൻ്റെ സെക്രട്ടറിയെ കാണാൻ വന്നിരുന്നത്. എൻ്റെ മന്ത്രിയെ കാണാൻ ഞാൻ വന്നിരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്ന് വെച്ചാൽ എനിക്ക് നീതി ന്യായമൊക്കെ നടക്കും. പഞ്ചായത്തിൽ വന്നപ്പോൾ പാർട്ടിക്കാർ കുറേ മരം മുറിച്ചിട്ട് പിന്നെ ഒരു വലിയ അൽക്കേസ് നിൽക്കുകയാണ്. അത് പെരുമരം അതിൽ നിറയെ അണപ്പുഴുവൊക്കെ കൊണ്ട് നമ്മളെ വീട്ടിൽ വിടുന്നുകൊണ്ടിരിക്കണം. അടുത്ത് ചെറിയ മരങ്ങൾ ഒത്തിരി വച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതിന് എത്രയും പെട്ടെന്ന് ഞാൻ പഞ്ചായത്തിൽ പോയതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പോയപ്പോൾ പറഞ്ഞു ആ ആഴ്ചയിൽ തന്നെ വന്ന് നോക്കി എനിക്ക് ഉടനെ മുറിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ചയായി ഞാൻ പഞ്ചായത്തിൽ പോയിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതിന് തീർപ്പുണ്ടാക്കാമെന്ന് പഞ്ചായത്തിൽ സെക്രട്ടറി പറഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും അതിന് നടപടി ഉണ്ടായില്ല. നടപടി ഉണ്ടാവാത്തത് എൻ്റെ മന്ത്രിയുടെ പാർട്ടിക്കാർ പറയുകയാണ്, എന്നാൽ പിന്നെ മുറിച്ച് നോക്കട്ട് 6 മാസമേ മന്ത്രിയുള്ളൂ. മന്ത്രിയുടെ പേര് പറഞ്ഞാണ് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മന്ത്രി ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ട് റോഡ് കൊടുക്കൂല എന്ന് പറഞ്ഞിരുന്നു. അവിടെയും വന്ന് എൻ്റെ വകയെ അതിക്രമമായി മുറിച്ച് മരങ്ങളെല്ലാം വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ്. വന്ന് നോക്കാം, ഇതിന് എത്രയും പെട്ടെന്ന് അന്വേഷണത്തിന് ആൾ വിടാം. എന്ന് വെച്ചാൽ ഉള്ള ഒരു വ്യക്തിക്ക് പള്ളിയുടെ പുറകിൽ എനിക്ക് 27 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ 27 സെൻറ്റ് സ്ഥലമുണ്ട് എനിക്ക്. അവിടെയാണ് എനിക്ക് റോഡ് വെട്ടിയത്. ഞാൻ റോഡ് കൊടുക്കുകയില്ല, എൻ്റെ സമ്മതമില്ലാതെ റോഡ് വെട്ടി വാങ്ങിച്ചു വെച്ചുകൊണ്ട്
പഞ്ചായത്തിൽ ഞാൻ പരാതി കൊടുത്തതാണ്. അപ്പോഴവർ പറഞ്ഞു നിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, റോഡ് കൊടുക്കുകയില്ല, നീ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയെന്ന്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നിന്നെ എന്തിനു ചെയ്യും, നോക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പീഡിപ്പിക്കുകയാണ്. മന്ത്രി ഇതിനെ എത്രയും പെട്ടെന്ന് എനിക്ക് അന്വേഷണത്തിന് ഉത്തരവിടുക. സത്യസന്ധമായിട്ട് ഈ അമ്മയ്ക്ക് ന്യായവും നീതിയും ഒക്കെ നടപ്പിലാക്കണം ഉണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ന്യായം വരിക. എന്നിട്ട് പഞ്ചായത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഇവരെന്തരോ ചെയ്യട്ടെ, നമുക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കാരാണ്. അത് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഇവർ എല്ലാ മരങ്ങളെയും വെട്ടി നശിപ്പിച്ച് വേറെയും നമ്മളെ ഇനി ജയിക്കുകയില്ല. ഇനി ഈ 6 മാസം കഴിഞ്ഞാൽ നമ്മളെ മന്ത്രിയുടെ പേരും പറഞ്ഞ് മന്ത്രി ഇനി ജയിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലെ ആൾക്കാരെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു. 2 പാർട്ടിക്കാരേ ഉള്ളതാണ്, വേറെ ഒരു പാർട്ടിക്കാരും ഇല്ല. ഈ 2 പാർട്ടിക്കാരും വന്ന് എൻ്റെ ആ പള്ളിയുടെ പിറകിൽ കിടന്ന സ്ഥലങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് റോഡ് കൊടുക്കാൻ സമ്മതമല്ല. എങ്ങനെ മന്ത്രി എനിക്ക് റോഡ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കില്ല. നമ്മളെ സ്നേഹത്തിൽ ചോദിച്ചിട്ട് നമ്മളത് കൊടുക്കുമായിരുന്നു. ഇത്രയും അതിക്രമമായി നമ്മളെ റബ്ബറിനെ എല്ലാം മുറിച്ച് നമ്മളെങ്ങനെയൊക്കെ അത് ഉള്ള ഒരു വ്യക്തിക്കാണ് പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതും അന്വേഷണത്തിൽ വിടുക. എന്നുവെച്ചാൽ പാർട്ടിക്കാരൻ പറഞ്ഞ് വീട് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ മോൻ മരിച്ച് ഒത്തിരി പൈസയൊക്കെ അപകടത്തിൽ നിന്നൊക്കെ കിട്ടിയ വ്യക്തിയാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് അവരൊക്കെ എല്ലാം ബാങ്കിലിട്ടിക്കണോ പലിശയ്ക്കൊക്കെ കൊടുത്തിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു വ്യക്തിക്കാണ് വീട് കൊടുത്തിരിക്കണത്. അപ്പോൾ അതും അന്വേഷണത്തിന് വരേണ്ടതുണ്ട്. പാവങ്ങൾക്ക് വേണം വീട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പാവങ്ങൾക്ക് തന്നെ കിട്ടണമെന്നുള്ള ഇതെല്ലാം നിങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എൻ്റെ മുഖ്യമന്ത്രി ഇത് ഇത് കണ്ടതും പെട്ടെന്ന് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിടുക. നമ്മൾ കാരക്കുളം പഞ്ചായത്തിൽ ഇത് പോകുമ്പോൾ അവർക്കൊന്നുമില്ല ഒരു അവർ പാർട്ടിക്കാർ പറയണതാണ് അനുസരിക്കണേ. പാർട്ടിക്കാർ പറയണതേ കേൾക്കൂ അങ്ങനെ. അപ്പോൾ ഇനി മന്ത്രിയെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ ഇതെല്ലാം ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തത്. അല്ലെങ്കിൽ കയ്യിലെ പാർട്ടിക്കാരെ എന്തിനും അവർ കൂട്ടിക്കൊണ്ടുവരണം, ആ പാർട്ടിക്കാരും കൂടെ ചെയ്തത്. ഇനി നിങ്ങളാണ് അത് ജയിക്കണം, നമ്മൾ തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടിക്കാർ വെച്ചാണ് എല്ലാ കയ്യിലെ പാർട്ടിക്കാരും ഉണ്ട്, മന്ത്രിയുടെ ആൾക്കാരും ഉണ്ട്. മന്ത്രിയുടെ ആൾക്കാർ ഈ കാരക്കുളം തൊട്ട് ഇവിടെ കൂടെ എല്ലാ പാർട്ടിക്കാരും ചേർന്നാണ് ഈ മരങ്ങളെല്ലാം മുറിച്ചിട്ടത്. അതും ഒരു തോറ്റ ഒരു വ്യക്തി, പാർട്ടിയിൽ കൂടുതൽ ബന്ധമേ ഇല്ലാത്ത ഒരാൾ പറഞ്ഞത് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വ്യക്തികളെല്ലാം വന്നത്. അപ്പം ഒരിക്കൽ ജയിക്കാൻ നിന്നപ്പോൾ ഈ നമ്മളെ ഈ നിറവാമൂട് പാർട്ടി നിന്നപ്പോൾ തോറ്റു. പിന്നെ അതിനുശേഷം അങ്ങനെ നിന്നിട്ടേ ഇല്ല. പാർട്ടിക്ക് എൻ്റെ മന്ത്രിയുടെ പാർട്ടിയുടെ ഇതിൽ നിന്നിട്ടേ ഇല്ല. ആ ഒരു വ്യക്തി ഒരു ഫോൺ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഈ കണ്ട ജനങ്ങളെല്ലാം വന്ന് പാർട്ടിയിലുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പം അത് സത്യവും ന്യായവും എന്തരാണെന്ന് എൻ്റെ മന്ത്രി എത്രയും പെട്ടെന്ന് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഉള്ള ആൾക്കാണോ വീട് കൊടുത്തതെന്നൊക്കെ എല്ലാം അന്വേഷണം. ഇവിടെ ഉള്ളവർക്കാണോ കൊടുക്കണേന്ന് അന്വേഷിക്കണം. പെട്ടെന്ന് കാരക്കാണോ ഈ പഞ്ചായത്തിൽ ഉള്ളവർ ഈ ത്രേസ്യാപുരത്ത് ഉള്ളവർക്കാണോ കൊടുത്തതെന്ന് എത്രയും പെട്ടെന്ന് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുക. എൻ്റെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വയ്ക്കുകയാണ്.